നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. നീ പോയി ശീലോഹം കുളത്തിൽ കഴുകുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പൂശി, നീ ചെന്ന് ശീലോഹം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണ് കാണുന്നവനായി മടങ്ങി വന്നു. കർത്താവായ യേശുക്രിസ്തു ശിഷ്യരോടൊത്ത് പോകുന്ന വേളയിൽ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കാണുവാൻ ഇടയാകുകയാണ്. തീർച്ചയായിട്ടും യേശുവും ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് കേവലം 12 ശിഷ്യന്മാർ മാത്രമല്ല, ഒരു വലിയ പുരുഷാരം എപ്പോഴും യേശുവിനോട് കൂടെ ഉണ്ടായിരിക്കും. യേശുവിൻ്റെ പ്രസംഗം കേൾക്കാനുള്ള ആളുകൾ, യേശു നൽകുന്ന അപ്പം തിന്നാൻ താല്പര്യപ്പെട്ടു വരുന്ന ആളുകൾ, യേശുവിനെ വാക്കിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ, യേശുവിനെ പിടിച്ച് മഹാവിരോധന്മാരെ ഏൽപ്പിക്കുവാനായിട്ട് പറ്റുമെങ്കിൽ അതിനുള്ള ആളുകൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള ആളുകൾ എപ്പോഴും യേശുവിനോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരാരവം ഉണ്ടാവും. തീർച്ചയായിട്ടും കുരുടന്മാർ മറ്റുള്ളവരോട് ചോദിക്കും, എന്താണ് ഈ ആരവം? അപ്പോൾ അവർ പറയും, യേശു കടന്നു പോവുകയാണ്. ഇതിനോടകം യേശു പല കുരുടന്മാർക്കും കാഴ്ച നൽകിയ കാര്യം ഇവനും കേട്ടിട്ടുണ്ടാകാം. ഇവൻ്റെ മനസ്സിലും എനിക്കും യേശുവിനാൽ സൗഖ്യം കിട്ടിയാൽ എന്നുള്ള ആഗ്രഹം കാണും. ഇവൻ യഹൂദനായതുകൊണ്ട് പഴയ നിയമത്തിൽ, പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ, 32-ാം അധ്യായത്തിൽ, 35-ാം അധ്യായത്തിലൊക്കെ ദൈവം മനുഷ്യനാകുന്ന സമയത്ത് കുരുടൻ്റെ കണ്ണ് തുറന്നു വരും, ചെകിടൻ്റെ കാത് തുറന്നു വരും, മുടന്തൻ മാനിനെ പോലെ തുള്ളിച്ചാടും. അങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ദൈവം മനുഷ്യനാകുന്നത് കാത്ത് ഇരിക്കുകയായിരുന്നു യഹൂദന്മാരിൽ കുരുടരും മുടന്തരും ചെകിടരുമൊക്കെ. ഇവൻ ചെറുപ്പം മുതലേ ഇത് കേട്ടിട്ടുള്ളത് കൊണ്ടും ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഇതുപോലെ യേശു ചെയ്ത അത്ഭുതങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ്, മശിഹയാണ്, രക്ഷിതാവാണ് യേശു എന്ന് അവന് ബോധ്യവുമുണ്ട്. പക്ഷേ യേശുവിനെ തേടി ചെല്ലാനൊന്നും ആ കുരുടന് സാധിക്കുകയില്ല. ഒരുപക്ഷെ അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ തക്ക ആളുകൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ യേശു അവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ശമരിയ സ്ത്രീയുടെ അടുത്തേക്ക് യേശു ചെന്നതുപോലെ 38 വർഷമായി ദീനമായി കിടന്ന ആ രോഗിയുടെ അടുത്തേക്ക് യേശു ചെന്നതുപോലെ യേശു ഈ കുരുടൻ്റെ അടുത്തേക്ക് വാസ്തവത്തിൽ ചെല്ലുകയാണ് എന്ന് പറയാൻ അവർ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. യേശു അവൻ്റെ അടുക്കൽ ചെന്നിട്ട്, അതായത് നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി. വാസ്തവത്തിൽ ഇതൊരു ഹീനമായ കാര്യമല്ലേ എന്ന് ചോദിച്ചേക്കാം. പക്ഷേ യേശു അവൻ്റെ മുഖത്ത് തുപ്പി എന്നല്ല വായിക്കുന്നത്. യേശുവിൻ്റെ മുഖത്ത് കുരിശീകരണ സമയത്ത് ആളുകൾ തുപ്പി, അത് ഹീനമായ കാര്യമാണ്. പക്ഷേ ഇത് ഒരു മരുന്ന് എന്നുള്ള നിലയിലാണ്. അതായത് ഈ തുപ്പല് പല കാര്യത്തിനും, നമ്മുടെ ഉമിനീര് പല രോഗങ്ങൾക്കും അത് ഔഷധമാണ് എന്നുള്ളത് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ എൻ്റെ ശ്രോതാക്കളിൽ പലർക്കും അത് അറിവുള്ള കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഈ കൺകുരുവൊക്കെ ഉണ്ടാകുമ്പോൾ അമ്മമാർ പറയാറുള്ളത്, ഉമിനീര് സ്വല്പം പുരട്ടിയാൽ മതി, അതങ്ങ് ചുങ്ങിപ്പോയിക്കൊള്ളും എന്നാണ്. ഇവിടെ യേശു മരുന്ന് ചെയ്യുന്നതിനെതിരല്ല. പഴയ നിയമം പരിശോധിച്ചാൽ ഹിസ്കിയാവ് എന്ന രാജാവിന് പരുവുണ്ടായി കാലിൽ. ദൈവം യെശയ്യാ പ്രവാചകനോട് പറയുന്നത്, അത്തിപ്പഴക്കട്ട അവൻ്റെ പരുവിന്മേലിടുക, 3 ദിവസം കഴിയുമ്പോൾ ആരാധനയ്ക്ക് പോകത്തക്കവണ്ണം അവന് സൗഖ്യമുണ്ടാകും എന്നാണ്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ഉത്തമ ശിഷ്യനായ തീമോത്തിയോസിനോട് പറയുന്നത്, നിന്റെ കൂടെയുള്ള ക്ഷീണവും അജീർണതയും നിമിത്തം മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ അല്പം വീഞ്ഞ് സേവിച്ചു കൊള്ളുക, ഒരു മരുന്ന് എന്നുള്ള നിലയിൽ. കാരണം
നല്ല ശമരിയക്കാരൻ മുറിവേറ്റ മനുഷ്യന് എണ്ണയും വീഞ്ഞും പകർന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ വീഞ്ഞ് ഒരു മരുന്നാണ്. അതാണ് പൗലോസ് തീമോഥെയോസിനോട് പറയുന്നത്. യേശു പറഞ്ഞു, രോഗികൾക്കല്ലാതെ സൗഖ്യമുള്ളവർക്കല്ലല്ലോ വൈദ്യനെ കൊണ്ട് ആവശ്യം. ഇവിടെ ദൈവമാണ് പല ഔഷധങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിലെ ഔഷധ ഗുണം ആദ്യം തിരിച്ചറിഞ്ഞത് ശലോമോനാണ്. കാരണം ചോരിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് തുടങ്ങി ലെബാനോനിലെ ദേവദാരു വരെയുള്ള സസ്യങ്ങളിലെ സകല ഗുണങ്ങളും ഔഷധ ഗുണം ഉൾപ്പെടെ തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ അത് ദൈവം ഗ്രഹിപ്പിച്ചു കൊടുത്തത് ശലോമോനാണ്. അപ്പം അതുകൊണ്ട് അവിടെ ഈ ശലോമോനിൽ നിന്നാണ് ശേബാരാജ്യക്ക് അത് കിട്ടിയത്. അല്ലെങ്കിൽ ശലോമോനിൽ നിന്നാണ് മറ്റു പല രാജ്യങ്ങൾക്കും ഈ ഔഷധ ഗുണങ്ങളൊക്കെ കിട്ടാനിടയായത്. അപ്പം അതുകൊണ്ട് ഔഷധം പ്രയോഗിക്കുക എന്നുള്ളത്, ഇപ്പോൾ ജീരകവെള്ളം കുടിക്കുക, തലയിൽ എണ്ണ പുരട്ടുക എന്നുള്ളത്, അല്ലെങ്കിൽ കണ്ണട വയ്ക്കുക എന്നുള്ളത്, പല്ല് പോയാൽ വേറെ കൃത്രിമ പല്ല് വയ്ക്കുക എന്നുള്ളതൊന്നും ഒരു പാപമല്ല. ചില ആളുകൾ ഇതൊക്കെ മഹാപരാധമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. വേദപുസ്തകത്തിൽ മുഖത്തെ മിനുക്കാൻ എണ്ണ അത് ദൈവമാണ് തരുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. മുഖത്തെ നമുക്ക് മിനുക്കാം, അല്ലാതെ നമ്മൾ പ്രാകൃതരായിട്ട് ജീവിക്കേണ്ട കാര്യമില്ല. ദൈവം തന്ന ശരീരത്തെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടു നടക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവം നമ്മളെ ആക്കിയിട്ടുള്ളത് ഒരു ധനികനായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ആ നിലവാരം നമുക്ക് പുലർത്താം. ഒരു ഡോക്ടറാണെങ്കിൽ ആ ഡോക്ടറുടെ നിലയിലുള്ള വസ്ത്രധാരണം നമുക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അത് തെറ്റില്ല. അതുപോലെ ഇവിടെ ദൈവം തന്നിട്ടുള്ള പ്രതിവിധികൾ തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അത് ദൈവമാണ് ആ സസ്യങ്ങളിൽ അല്ലെങ്കിൽ ആ മരുന്നിലൊക്കെ നൽകിയിട്ടുള്ളത്. അത് ആദ്യം ദൈവം മനസ്സിലാക്കിച്ചു കൊടുത്തത് ശലോമോനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ മനസ്സിലാകും അതിനകത്തൊരു പാപം ഇല്ല എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മളൊരു പ്രതിവിധി ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ദൈവാശ്രയക്കുറവാണ് എന്ന് വരുന്നില്ല. പ്രാർത്ഥനയോടെ ദൈവാശ്രയത്തോടെ ദൈവം ഇവിടെ വെച്ചിട്ടുള്ള പ്രതിവിധികളിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരിക്കലും ഒരു തെറ്റ് അല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ യേശുവും അതിന് മാതൃക കാണിക്കുകയാണ്. യേശു ഉമിനീര് കൊണ്ട് ചേറുണ്ടാക്കിയിട്ട് അവൻ്റെ കണ്ണിൻ്റെ മേൽ പുരട്ടുകയാണ്. ഇവിടെ ഒരു വലിയ സത്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതെന്താണ്? എന്തിനാണ് യേശു ചേറുണ്ടാക്കിയത്? പ്രിയപ്പെട്ടവരെ, ആദിമനുഷ്യനായ ആദാമിനെ മണ്ണ് കുഴച്ചുണ്ടാക്കിയവനാണ് യേശു. വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദം എന്നാണ് റോമാലേഖനം 5-14 വാക്യത്തിൽ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വരുവാനുള്ളത് യേശുവാണ്. യേശു ഭൂമിയിൽ വരുമ്പോൾ ഏത് ഷെയ്പ്പായിരിക്കുമോ ആ ഷെയ്പ്പിലാണ് ആദാമിനെ സൃഷ്ടിച്ചത്. പാപജലത്തിൻ്റെ സാദൃശ്യത്തിൽ യേശു ഇവിടെ വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആദാമിനെ മണ്ണ് കുഴച്ചുണ്ടാക്കിയിട്ട് ആദാമിൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയത് യേശുവാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് യേശുവാണ്. മരങ്ങളെയും മത്സ്യങ്ങളെയും മൃഗങ്ങളെയും സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെയും വായുവിനെയും വെള്ളത്തെയും എല്ലാം സൃഷ്ടിച്ചത് യേശുവാണെന്നാണ് യോഹന്നാൻ 1:1 കൊലോസ്യർ 1:15 ഒക്കെ വായിക്കുന്നത്. അപ്പോൾ ആ യേശു, മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച യേശു, അവൻ്റെ ജനറ്റിക് കംപ്ലൈൻറ്റ് മണ്ണുകൊണ്ട് മാറ്റുകയാണ്. എത്ര മനോഹരമായിരിക്കുന്നു! മണ്ണുകൊണ്ട് ആദാമിനെ സൃഷ്ടിച്ച യേശു ഇവിടെ അവൻ്റെ ഒരു കംപ്ലൈൻറ്റ് മണ്ണ് കുഴച്ച് തന്നെ മാറ്റുകയാണ്, മണ്ണുകൊണ്ട് തന്നെ മാറ്റുകയാണ്. അവനോട് പറയുകയാണ്, നീ ശീലോഹാം കുളത്തിൽ പോയി കഴുകുക. ഇവൻ കുരുടനാണെങ്കിലും അവൻ കുളിക്കുന്നവനാണ്. ശീലോഹാം കുളം എവിടെയാണെന്നൊക്കെ ഉള്ളത് അവനറിയാം. അവിടെ അവൻ തപ്പിപ്പിടിച്ച് പോകാറുണ്ട്. ഇവൻ യേശുവിനോട് ഒരു തടസ്സവും പറയുന്നില്ല. ഞാൻ ശീലോഹാം കുളത്തിൽ സാധാരണ കുളിക്കുന്നയാളാണ്, അവിടെ പോയിട്ട് കഴുകിയാൽ എനിക്ക് കണ്ണിന് കാഴ്ച കിട്ടും, എന്നെ മണ്ടത്തരമാണ് യേശു പറയുന്നതെന്നൊന്നും അവൻ ചോദിച്ചില്ല. അവൻ ഒരു മറുപടിയും ഒരു പ്രതികരണവും അല്ലെങ്കിൽ ഒരു എതിരും അവൻ പറയുന്നില്ല. കാരണം ഇതിനോട് അവൻ കേട്ടിട്ടുണ്ട്. കാനാവിലെ വീട്ടിൽ 1ാമത്തെ അത്ഭുതം ചെയ്തപ്പോൾ ഉപ്പൊക്കോരി വിരുന്നുവാഴിക്ക് കൊടുക്കുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവരൊരു അക്ഷരവും പറയാതെ വിരുന്നുവാഴിക്ക് കൊടുത്ത് വിരുന്നുവാഴി രുചി നോക്കിയപ്പോഴാണ് ഏറ്റവും നല്ലതെന്ന് കണ്ടത്. അതുപോലെ രാജഭൃത്യൻ്റെ മകൻ്റെ കാര്യത്തിൽ യേശു പറഞ്ഞ് പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. വിശ്വാസത്തോടെ അവൻ പോയി
പോയ വഴിക്ക് ആളുകൾ വന്ന് പറഞ്ഞു, കുഞ്ഞിന് സൗഖ്യമായിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന് മനുഷ്യാവതാരമായതുകൊണ്ട് അവൻ എന്ത് പറഞ്ഞാലും അതനുസരിക്കുകയാണ് കരണീയമായിട്ടുള്ളത് എന്ന് ആ കുരുടന്, ഒരുപക്ഷെ അവൻ ഭിക്ഷക്കാരനായിരിക്കാം, അവന് ആ തിരിച്ചറിവുണ്ടായി. അവൻ ഒരു മറുപടിയും പറയാതെ പോയി ശീലോഹാൻ കുളത്തിൽ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വരികയാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം. യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ യേശുവിനെ അനുസരിച്ചത് തെളിയിക്കണം. യേശു ദൈവമാണെങ്കിൽ യേശുവിനെ മാത്രമേ അനുസരിക്കാവൂ. മത നേതാക്കളെയോ അല്ലെങ്കിൽ വേറെ പുണ്യവാന്മാരെന്ന് പറയുന്ന ആളുകളെയോ മരിച്ചവരെയോ ജീവിച്ചിരിക്കുന്നവരെയോ ഒന്നും ആശ്രയിക്കാനോ ആരാധിക്കാനോ പാടില്ല. അവരോട് ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. യേശു 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 മാത്രം. ദൈവത്തിന് മനുഷ്യാവതാരമായ സൃഷ്ടാവും രക്ഷിതാവും പരിപാലകനുമായ യേശുവിനെ മാത്രം സ്നേഹിക്കാൻ, യേശുവിനെ മാത്രം വിശ്വസിക്കാൻ, യേശുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ, യേശുവിനെ മാത്രം അനുസരിക്കുവാനുള്ള ബുദ്ധി, വിവേകം ദൈവം നമുക്ക് നൽകട്ടെ. ഈ കുരുടനായ ഈ മനുഷ്യൻ നമുക്ക് അതിനൊരു പ്രചോദനമാകട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.